എടി റോസി, ആരോ വന്നിട്ടുണ്ട്. ഇതാര് ജോമോനോ? അതെ. അച്ചായ ഇത് ജോമോൻ. ദുബായിൽ എന്റെ അടുത്ത് ജോലിക്കുണ്ടായിരുന്ന ആളാ. ഇവന്റെ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛാ, ഞങ്ങൾ ഒരുമിച്ച് മിനിസ്ട്രിയിലുണ്ടായിരുന്നു. ജോമോനെ എവിടെ ഇരിക്കെ? അച്ഛൻ ഇപ്പോഴും ബെഡ് റെസ്റ്റിലാണോ? ഊണ് കഴിച്ചായിരുന്നു, അതിന്റെ ക്ഷീണ. ഇത് കുറെ മരുന്നൊക്കെ ഉണ്ടല്ലോ. ഡോക്ടർമാരല്ലേ, ചുമ്മാ എഴുതരൂ. എന്നാ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. എന്നാ ചൂടൊക്കെയല്ലേ, നാരങ്ങളും എടുക്കാം. ചോദിച്ചാ ശരിക്കും എന്നാ പ്രശ്നം എന്നാ ഡോക്ടർ പറഞ്ഞു? ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. നീ എന്നെ ഇപ്പൊ കാണിച്ചേ? എന്നാ കാണിച്ചെന്നാ? ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചേ. അത് ന്യൂജ് സ്റ്റൈലല്ലേ. നിങ്ങൾ ഈ നീലഗുളി കഴിച്ചിട്ടില്ലേ മനുഷ്യ? കഴിച്ചായിരുന്നു. എന്നാ കഴിച്ചിട്ടില്ലല്ലോ നിങ്ങള്? കഴിച്ചതാന്നേ. കഴിച്ചിട്ടൊന്നുമില്ല. കഴിച്ചു. ഈ മരുന്ന് കഴിച്ചേ നിങ്ങള്? എന്നാ വെള്ളം കുടിക്ക്. എന്നാ കുടിക്ക്. ഹലോ. ഹലോ. എന്നാണ്ടാ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എത്രയും വേഗം ഒരു വാടക വീട് വേണം, അത്യാവശ്യം. അതെ, എറണാകുളത്ത് ഒരു വാടക വീടുണ്ട്. എറണാകുളം കുഴപ്പമില്ല. ഇച്ചായ, മരുന്ന് കഴിക്കാനിരുന്നേറ്റേ. മരുന്ന് കഴിക്കണ്ടേ? പിന്നെ ഒരു വാടക വീട് സെറ്റ് ആയിട്ടുണ്ട് എന്റെ സുഹൃത്ത് വഴി. ഒരു വാടക വീട് സെറ്റ് ആയിട്ടുണ്ടെന്നേ. വാടക വീട് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാ സാധനവും ഉണ്ട്, ഒന്നും കൊണ്ടുപോകണ്ട. അമേരിക്കക്കാരുടെ വീടാ. ഇവിടെ നിന്നും മാറി താമസിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ കിടന്നിട്ട് എന്നാ ഗതി കിട്ടാനാ ചായ? ഇവിടുത്തെ വാഴത്തോട്ടമൊക്കെ നനയ്ക്കുന്നത് പിന്നെ ആരാ? എന്നാ വാഴയ്ക്ക? അതിനകത്ത് എന്നെ നട്ടു വെച്ചിട്ട് എന്നാ കിട്ടിയെന്നായി പറയുന്നത്? നീ ജീവിച്ചത് എങ്ങനെയാ? ഞാൻ നേഴ്സിംഗ് പഠിച്ചു, കാരണം ജോലി കിട്ടി, ദുബായിക്ക് പോയി, അതുകൊണ്ട് ജീവിച്ചു. പിള്ളേരുടെ കാര്യം ഇനി എന്നായി? മൂത്തവനെ നമുക്ക് ബോർഡിങ്ങിൽ വിടാം, ഇളയവളെ LKG ലാണേലും വിടാലോ. നീ പൈസ എല്ലാം കൂടെ എവിടുന്നുണ്ടാക്കിക്കൊണ്ട് വരുമെന്ന? അതിനല്ലേ ഞാൻ ദുബായിക്ക് പോകുന്ന പൈസ അയച്ചു തന്നോളാലോ. അങ്ങനെയാണെ നോക്കാം. എന്നാ ഞാൻ ഗുളിക എടുത്തിട്ട് വരാം കേട്ടോ. നടന്നാണോ വന്നേ? വണ്ടിയില്ലായിരുന്നോ? ജോച്ചാന് വണ്ടിയൊന്നും ഓടിക്കാറില്ല, ഞങ്ങക്ക് വണ്ടിയില്ല. എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആണോ? ഓഹോ. മുമ്പ് താമസിച്ചിരുന്ന വീട്ടുകാർ വാടകക്കാരായിട്ട് ഞങ്ങൾ തമ്മിൽ കൂട്ടായിരുന്നു. അതിനെന്താ, ഞങ്ങളുമായിട്ട് കൂട്ടുകൂടാമല്ലോ. പോകാം. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന് ആര് പറഞ്ഞു? പല കാളവണ്ടിയായിരിക്കും. ജോച്ചാൻ ഇനി പഴയ സ്വഭാവം ഇവിടെ എടുത്തേക്കരുത്. പുതിയ ജീവിതം, പുതിയ വീട്. വാടക വീടാണല്ലേ നമുക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടല്ലോ. കൊച്ചു കണ്ടവൻ അച്ചി വേണ്ട. നിങ്ങളുടെ ഉച്ച പൊളിയുണ്ടെങ്കിൽ വേഗം കേറി പോരെ. ഇതാ താക്കോല്. ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ജോമോൻ താമസിച്ചിരുന്നതാ. ജോമോന്റെ വീടോ? ജോമോന്റെ സ്വന്തം വീടൊന്നും അല്ല, ജോമോൻ അറേഞ്ച് ചെയ്യുന്ന വീടാ. ജോച്ചായ കിടന്നുറങ്ങണ്ടേ? ഇത് എന്നെ എടുത്തോണ്ടിരിക്കുക. സിനിമ കണ്ടോണ്ടിരിക്കാന്നേ. അതെ, ഇനി നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനവും മേടിക്കേണ്ടി വരുവല്ല. ഞാൻ പറഞ്ഞിരുന്നില്ല അമേരിക്കക്കാരുടെ വീടായതുകൊണ്ട് ഒന്നും മേടിക്കേണ്ടി വരുവല്ലെന്ന്. സർവ്വ സാധനം ഉണ്ട് അവിടെ. ഒന്നും മേടിക്കണ്ട, നമ്മള് പുറത്തുനിന്ന് ഒരു സാധനവും മേടിക്കണ്ട. ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, പാത്രം ഉണ്ട്. ലൈറ്റ് ഓഫ് ആക്കിയാ. സുമിത്ര മേഡം പറഞ്ഞു, ഞാനതനുസരിച്ചു. സത്യമായിട്ടും അതെ. അവളുറങ്ങി. ഇത് ഭക്ഷണത്തിന് ശേഷം കിടക്കുന്നതിന് മുമ്പുള്ള ഗുളിക. കഴിച്ചോ? കഴിച്ചേ. ലൈറ്റ് ഓഫ്. വിടു മനുഷ്യ, എനിക്ക് അടുക്കളയിൽ പാത്രം കഴുകാനുണ്ട്. കിടന്നുറങ്ങാൻ നോക്കും.
എടി എന്നേലും കഴിക്കാൻ കൊണ്ടുവന്നേ. ഇതന്നെ ഗുളിക, ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചു. ഇതാ ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. എടി നിനക്ക് പുട്ട് വേണ്ടേ? ഇന്നലെയും പുട്ടല്ലായിരുന്നോ? ഇന്നലെ ഗോതമ്പ് പുട്ട്, ഇന്ന് അരിപ്പുട്ട്. ഞാനിതാ എടുത്തോണ്ട് വരാം. അമ്മച്ചി ഉണ്ടാക്കിയ കുറച്ച് അപ്പ. ആണോ? ചേച്ചി എന്തിയെ? അവളകത്തുണ്ട്. എടി അപ്പം കിട്ടി, നീ പുട്ട് വേണ്ട കേട്ടോ. ശോ, ഇനി പുട്ടിനി ഇപ്പൊ എന്നാ ചെയ്യും? അത് നീ തന്നെ കഴിച്ചു. ബാഗ് ഇത് എനിക്ക് അമ്മയുടെ പുട്ട് മതി. ഞാൻ ചായ എടുക്കട്ടെ എന്നാ? വേണ്ട ചേച്ചി ഓ, വേണ്ട. ഇച്ചിരി ചായ കുടിച്ചിട്ട് ഇപ്പൊ ഞാൻ പോകാം. ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് സൗകര്യങ്ങളൊക്കെ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പാത്രങ്ങളും ഉണ്ട്, എല്ലാ പാത്രങ്ങളും ഉണ്ട്. എടി ആ ചെടിയൊക്കെ നനക്കണം കേട്ടോ. ഓ, ഇനി അത് ഞാൻ ചെയ്യണോ? ജോച്ചായൻ എന്നും ചെടി നനയ്ക്കണം. നാട്ടിലൊക്കെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. ആഹാ, അത് നല്ല രസമായിരിക്കുമല്ലോ. ഓ, ഒരുപാട് സ്ഥലമുണ്ടെങ്കിലും മണ്ണിൽ കിടന്ന് ചത്ത് പണിയാൻ ആരാ ഉള്ളത്? ഇവിടെ ഈ പുറമോടിയൊക്കെ ഉള്ളു ചേച്ചിയെ. എപ്പോഴും നാട്ടുമ്പുറമൊക്കെ തന്നെയാ നല്ലേ. ഓ, നാട്ടിൻപുറം വല്ലതും ഒക്കെ നട്ടു വെച്ചാൽ തള്ള വന്ന് പറിച്ചോണ്ട് പോകും. തള്ളയോ? ഏത് തള്ള? ജോച്ചായന്റെ തള്ള. പിന്നെ ഗീതുന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ എന്റെ വീട്ടിലാ നിക്കുന്നേ. ഇവിടെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അതിനെ പറ്റി? ഭർത്താവ് എന്റെ കൂട്ടത്തിലല്ല. ഓ, ആണോ? ദുബായിൽ എനിക്ക് നേഴ്സിംഗ് ജോലി ഉണ്ടായിരുന്ന. പിന്നെ ജോച്ചായൻ അതങ്ങനെ ഒരു മാസമായിട്ട് ആശുപത്രിയിലായിരുന്നു. നാട്ടിലായിരുന്നപ്പോൾ ഒരു ദിവസം പോലും ഞാൻ മനസ്സമാധാനമായിട്ട് ജീവിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിനും സംശയം. ഫോൺ ഉപയോഗിക്കത്തില്ല, പുറത്തും പോകത്തില്ല. മൂത്ത മകൻ പുള്ളിയുടെ നല്ലെന്നാ പുള്ളി പറയുന്നത്. DNA ടെസ്റ്റ് നടത്തണമെന്നും പറഞ്ഞു വഴക്കായിരുന്നു. അങ്ങനെ ഇരിക്കെ മോൻ എന്നെ ആൽബത്തിൽ നിന്ന് ഒരു ഫോട്ടോ കാണിച്ചു. കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലം മാതാവ് എനിക്ക് തന്നു. അത് ജോച്ചായന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയായിരുന്നു. എന്റെ മോനെ പോലെ തന്നെയായിരിക്കുന്നത്. അത് കണ്ടപ്പോ ജോച്ചാന് ഭയങ്കര സന്തോഷമായി, സംശയവും മാറി. ഇനിയെങ്കിലും സ്വസ്ഥതയോടുകൂടി ജീവിക്കാന്ന് ഞാൻ കരുതി. പക്ഷേ അതെ, ഒരാളെപ്പോലെ 7 പേരുണ്ട് ലോകത്ത്, അറിയാവോ? പിള്ളേരെ എന്റെ സ്വന്തം വീട്ടിലാക്കിയിട്ട് ഞാൻ നാട് വിട്ടു. The subscriber is currently switched off. Please try after some time. ഞാൻ പോയ പിന്നെ ജോച്ചായൻ കള്ളുകൂടി തുടങ്ങി. നിരന്തരമായ മദ്യപാനം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഞാൻ ലീവ് എടുത്ത് തിരിച്ചു പോരേണ്ടി വന്നു. 1 മാസമായിട്ട് ആശുപത്രിയിലായിരുന്നു. ഇപ്പോഴാണെ മരുന്ന് മന്ത്രമൊക്കെ ആയിട്ട് കഴിയുക. ശരി ചേച്ചി, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട കേട്ടോ, എന്നെ റോസിന്ന് വിളിച്ചാൽ മതി. ശരി റോസി. ശരി എന്നാ. നന്നായിട്ടങ്ങ് ഇളക്കുന്നേ. പിന്നുണ്ടല്ലോ, നന്നായിട്ട് മൂത്ത് വരുമ്പം കുറച്ചുകൂടെ പച്ചവെളിച്ചെണ്ണ വെച്ച് ഒന്ന് നൈസായിട്ട് തൂവി വിടണം. എന്നാലേ വെണ്ടയ്ക്ക നല്ല മൊരിഞ്ഞു വരും. നീ ഇറങ്ങിയോ? എന്തോന്നാ മനുഷ്യ ഒന്ന് ഉറങ്ങി വരുമായിരുന്നു. വെണ്ടയ്ക്ക. എന്നാ വെണ്ടയ്ക്ക? എന്നാ വെണ്ടയ്ക്കാന്ന്? എണ്ണ. ദേ, എന്നെ കൂടൊന്നും പറയിപ്പിക്കല്ലേ. കിടന്ന് ഉറങ്ങാൻ നോക്കും നിങ്ങള്. ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, കണ്ടുപിടിച്ചു. ഇതന്നെ പുണുപുണ മെസ്സേജ് ആണല്ലോടി. അത് ഗ്രൂപ്പിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് മെസ്സേജ് അയക്കുന്നേ. ഇവിടെ വന്ന പിന്നെ മെസ്സേജ് ഇച്ചിരി കൂടുതലാട്ടോ. ഓ, പിന്നെ എടാ, നീ ഇപ്പൊ മെസ്സേജ് അയക്കണ്ട കേട്ടോ. ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചോളാവേ. അന്നേരം ഇങ്ങോട്ട് ഇട്ടാ മതി കേട്ടോ. മെസ്സേജോ ഇങ്ങോട്ട് താ. ഇത് സ്പാം മെസ്സേജ് ആണേ. ആ, സ്പാം മെസ്സേജ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. വീണ്ടും എന്നെ ബാങ്കിൽ നിന്ന് പോകുന്നില്ലല്ലോ. നിങ്ങളുടെ കുടക്കിക്കകത്തുള്ള പൈസ എങ്ങനെ പോകാനാ? ഇത് നിങ്ങള് ഇത്
ഇത് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ, വറുത്തം പൊരിച്ചാണ് നിങ്ങൾ കഴിക്കുന്നേ. Love you, darling, love you so much. You're the magic in every touch. From the stars to the earth below, forever's the only thing I know. Love you, darling, love you so much. You're the magic in every touch. From the stars to the earth below, forever's the only thing I know. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ 1 മാസം മുമ്പേ ദുബായിക്ക് തിരിച്ചെത്താനുള്ള വഴി നോക്കണേ. പിന്നെ ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഓ താങ്ക് It's യു an- മോനെ, വെരി വെരി ഇറ്റ്സ് ആൻ താങ്ക്സ്. എക്സ്പെൻസീവ് ഐവിയ. താങ്ക് യു. എടാ ഞാൻ വിളിച്ചോളാം കേട്ടോ. ആ ഗീതു, ഗീതു എന്നാണ്ട് വിശേഷമൊക്കെ? ഇത് സുഖമായിട്ടിരിക്കുന്നു. ജോമോൻ, എൻ്റെ അടുത്ത് ദുബായി ജോലി ചെയ്തിരുന്ന ആളാ. ആണോ? ഹലോ ഗീതു, നമസ്തേ. എന്ന് ഞാൻ പോട്ടെ. ബെസ്റ്റി ആണോ? ബെസ്റ്റിയോ? എനിക്ക് അങ്കണവാടി ബെസ്റ്റിയുണ്ട് കുറെ. അതെന്നാ സംഭവം? പൂവാണേ. എടി നീ അകത്ത് എന്നെ അടുക്കുമായിരുന്നു ഫോണിൽ ഇത്രയും നേരം? എന്നെ അടുക്കുമായിരുന്നു? എന്നാ നിങ്ങളൂടെ അകത്തോട്ട് കയറുവാ. ഫോണിൽ എന്നായിരുന്നു ഇത്ര നേരം പരിപാടി? ഫോണിൽ എന്നാ പരിപാടിയാണോ? എടി നീ ടൗണിലൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആരുടെ കൂടെ കറങ്ങാൻ ടൗണിൽ പോകുന്ന മനുഷ്യ പച്ചക്കറി മേടിക്കാൻ ഞാൻ പോകുന്നല്ലേ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഈ ഫോണുമായിട്ടുള്ള കറക്കമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ മനസ്സിലായെന്ന്? ഈ പരിപാടി നടക്കത്തില്ല. നീ ഇപ്പൊ ഇറങ്ങിക്കോ ആ ഇവിടുന്ന്. അവിടെ പോയിട്ട് എന്നെ 5 കാച്ചിക്ക കുഴിച്ചു വെക്കാനാണോ? ഞാൻ പറയുന്ന കേട്ട് നിക്കാൻ ജീവിക്കാമെങ്കിൽ ജീവിച്ചാ മതി. അല്ലെ നീ ഇവിടെ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ വഴിക്ക് പോകും. അങ്ങനെ അങ്ങ് പോവാൻ ഞാൻ ഇത് എന്റെ വീട്, എന്റെ വീട്. ഞാൻ വാടക കൊടുക്കുന്ന എന്റെ വീട്, എന്റെ പൈസ. ഞാൻ ഞാനും എനിക്ക് കൂടെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. തീരുമാനിക്കും. ആ വീട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. താൻ ഇവിടെ ഉണ്ടാക്കുവാണോ? കെട്ടിയെടുത്തപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇത് നീ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ലേ. ആണെങ്കിൽ കണക്കായി പോയിടും. തനിക്ക് വേണ്ട ഇട്ടു പോടോ. ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ട് ദുബായ് നാളെ കൊണ്ടുവന്നിരിക്കുക. നാണമില്ലല്ലോ നിനക്ക്? ഓ ഒരു പുണ്യോളം വന്നേക്കുന്നു, ഒന്ന് പോടോ. എല്ലാം സെറ്റല്ലേ? എവിടെയാ നീ? പിന്നെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. വീടിനകത്തോട്ട് ഞാൻ വരത്തില്ല. വീടിന്റെ പുറത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിൽക്കും. ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് റീഡായെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നീ പെട്ടെന്ന് വന്നേക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ശരി. അച്ചായ, എടി നീ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ? ഞാൻ പലയിടത്തോട്ടും പോകും. തനിക്കെന്താ? നീ ഒരിടത്തും പോകത്തില്ല. ജോലിച്ചേട്ടാ മാറ്. മാറിക്കോ മാറിക്കോ വിട്ടേ. ജോലിച്ചേട്ടാ വിട്. എന്താ അവിടെ ഒരു ബഹളം? അറിയില്ല ചേച്ചി. അവള് പോയി.
പോകുന്നവരൊക്കെ പൊക്കോട്ടെ. അവള് ആദര ശുശ്രൂഷയൊക്കെ ചെയ്ത് മടുത്ത് കാണും. ഇതും ഞാൻ വീടിന്റെ താക്കോല് കൂട്ടി തന്നേക്കാം. വാടി, നമ്മുടെ വീട്ടിൽ പോവാം. ജോയിച്ചായ മരുന്ന് കഴിക്കുക. My sunshine still, you keep me strong. We'll climb the mountains and touch the stars. Forever's not too far when bestie's who we are. Bestie, oh my bestie, we're a wildfire glow. Dancing through life everywhere we go. Two hearts that sing like a melody. Bestie, oh my bestie, you're family to me. Paint the walls with our laughter's hue. Chart a map of the crazy we've lived through. Every secret locked, safe in your hand. We're the dream team making our stand. Bestie, oh my bestie, we're a wildfire glow. Dancing through life everywhere we go. Two hearts that sing like a melody. Bestie, oh my bestie, you're family to me. Late night talks and the dumbest fights. We're building castles from random nights. You catch my dreams when they fall apart. Bestie, you're my art, my soul, my heart. When the colors fade and the road is long, you're my sunshine still, you keep me strong. We'll climb the mountains and touch the stars. Forever's not too far when bestie's who we are.